നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പ്രസംഗം, തകർപ്പൻ പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രസംഗം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രസംഗ മധ്യേ അദ്ദേഹം പറഞ്ഞത് ഈ 5 വർഷത്തേക്കല്ല, മറിച്ച് 25 വർഷം UDF ഭരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എന്ന് പറയും. 25 വർഷം എന്ന് പറഞ്ഞാൽ ഇനിയും പോയിട്ട് ഏകദേശം ഒരു 24 കൂടുതൽ വർഷങ്ങളുണ്ട്, ഏകദേശം 25 വർഷം തന്നെയുണ്ട്. അതായത് തുടർച്ചയായി 5 തുടർഭരണങ്ങൾ, 4 തുടർഭരണം, അങ്ങനെ പറയാം, 4 തുടർഭരണം. ഓക്കെ, കണക്ക് ശരിയാവാത്തതുകൊണ്ട്. അപ്പം തുടർച്ചയായി 4 തുടർഭരണം കൂടി നമ്മുടെ UDFന് ലഭിക്കും. അപ്പോഴേക്ക് ഏതാണ്ട് 25 വർഷം കൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കെ.സി. വേണുഗോപാലൊക്കെ ഫീൽഡ് ഔട്ട് ആവും, പിന്നെ രമേശ് ചെന്നിത്തല ഫീൽഡ് ഔട്ട് ആവും. അങ്ങനെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കന്മാരും 25 വർഷം കഴിയുമ്പോൾ ഫീൽഡ് ഔട്ടാണ്, യാതൊരു സംശയമില്ല. ഇനിയിപ്പം പൊയ്ക്കോട്ടെ, ഇനിയിപ്പോൾ ഫീൽഡ് ഔട്ട് ആകാതെ ഇവരെല്ലാം പിടിച്ചു നിന്നു എന്ന് തന്നെ കരുതുക. എന്ത് കണ്ടിട്ടാണ്? ഈ ഒരു സംശയം നമുക്ക് തോന്നില്ലേ? എന്ത് കണ്ടിട്ടാണ് ഈ 4 പ്രാവശ്യം കൂടെ അവർക്ക് തുടർഭരണം സമ്മാനിക്കുക എന്നൊരു ചോദ്യം എല്ലാ മലയാളിയുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും കെ.സി. വേണുഗോപാലിൻ്റെ ആ പ്രസംഗം കേൾക്കുമ്പോൾ. സംഘടനാപരമായി നമ്മൾ ചിന്തിക്കുമ്പോഴും 5 തവണയൊക്കെ അല്ല 25 വർഷമൊക്കെ ഭരിക്കാൻ മാത്രമുള്ള ഒരു സംഘടനാ ബലമൊന്നും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല. അത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന AICCക്കുണ്ടോ? ഈ 25 വർഷം പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. കോൺഗ്രസ്സിലുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും എന്നാണ് BJPയിൽ അംഗത്വം എടുക്കുന്നത് എന്ന് കരുതിയിരിക്കുകയാണ് BJPക്കാർ. പല മുഖ്യമന്ത്രിമാരും ഇന്ന് കോൺഗ്രസ് കൺവെർട്ടഡ് BJP ആണ്. അപ്പം അങ്ങനെ പല സംസ്ഥാനങ്ങളുടെ ഭരണത്തിലും BJP ആയിരിക്കുന്ന മുൻ കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്. അത് രസകരമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 25 വർഷം കൂടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമോ എന്നുള്ള സംശയം ഇപ്പോൾ എല്ലാവരുടെയും ഇടയിലുണ്ട്. അപ്പോഴാണ് 25 വർഷം കേരളം ഭരിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി പിന്നെ വന്ദേമാതരം ആലപിക്കണം, പൂർണ്ണമായി ആലപിച്ച ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് AICC ആണ് അല്ലേ? വന്ദേമാതരം, അതായത് ദേശീയ തലത്തിൽ സംഘപരിവാറിന് എതിരായി നിലപാടെടുക്കേണ്ട ഒരു സംവിധാനം. ആ സംവിധാനം നമ്മുടെ അവർ ദേശഭക്തി ഗാനമായി വന്ദേമാതരം ആലപിച്ചു പൂർണ്ണമായിട്ട്. അങ്ങനെ ആലപിക്കുന്നതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഇതിനെ എതിർത്തു. സോണിയാഗാന്ധി സ്റ്റോപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കസേര കൊണ്ടുവരാൻ വേണ്ടി ജയറാം രമേശിൻ്റെ വലിയ രസകരമായ ഒരു ന്യായീകരണമൊക്കെ വന്നു. കസേര കൊണ്ടുവരാൻ പറഞ്ഞതാണ്. കാര്യം മല്ലികാർജ്ജുൻ ഖാർഗെജി നിന്നിട്ട് നടുവേദന എടുത്തു. അപ്പോൾ ഇരുന്ന് കുറച്ചേരം ഇരിക്കാം എന്ന് കരുതിയിട്ട് പിന്നെ ഇരുന്ന് പാടാം എന്ന് കരുതി. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി കേരളത്തിലേക്ക് വന്നു പോകാം. നമ്മുടെ കേരളം അതിലേക്ക് വരാം. ഈ കഴിഞ്ഞ അപ്പോൾ ഒരു 10-90 ദിവസം കൂട്ടിക്കോ, അല്ല 100 ദിവസം കൂട്ടിക്കോ, ഒരു 3 മാസം കഴിഞ്ഞു. ഇവിടെ മെയ് മാസം മുതൽ കണക്കാക്കിയാലും ഇവിടെ സംസ്ഥാന സർക്കാർ എവിടെ ജനങ്ങൾക്ക് നന്മ ചെയ്തു എന്നതിനെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഓരോന്നും വിവാദമായിരുന്നു, ഓരോ കാര്യങ്ങളും വിവാദമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനത്തിന് ഗുണകരമായ ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പ്രിയദർശിനി പദ്ധതി അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ എല്ലാവരും കരുതി എന്താ, ഇവിടുത്തെ സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി ബസ് യാത്ര നടത്താൻ, KSRTCയിൽ യാത്ര നടത്താൻ കഴിയുന്ന ഒന്നാണ്. അപ്പം നമുക്കറിയാം, പ്രിയദർശിനി ഇവിടെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുൻപ് ഈ UDF പറഞ്ഞു വരുത്തിയത് എല്ലാ KSRTC ബസ്സിലും ട്രിപ്പ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, വിനോദയാത്രയ്ക്ക് പോവാം, ഇനി അതല്ല പിന്നെ മക്കളുടെ വീട്ടിലേക്ക് പോവാം, ഇതെല്ലാം സാധിക്കും. എങ്ങനെ? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കി കഴിയുമ്പോൾ. ബസ്സിനകത്ത് പിന്നെ പേന കച്ചവടക്കാരെ കയറി എന്ന് പറയുന്ന പോലെ പറഞ്ഞു, പുറത്ത് നിന്ന് വീടുകളിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? അവിടെയും പൊതുജനത്തെ നൈസായിട്ട് പറ്റിച്ചു. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക് കാര്യം ആദ്യം മനസ്സിലായില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, ഞങ്ങൾ പിന്നെ ലോക്കൽ ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഞങ്ങൾ സൗജന്യം തരാം. അപ്പോൾ ഓർഡിനറി ബസ്സുകളിലേക്ക് ആ സൗജന്യം വെട്ടിച്ചുരുക്കുന്നതിനോടൊപ്പം തന്നെ ചില ഓർഡിനറി ബസ്സുകളെ തന്ത്രപൂർവ്വം എന്താക്കി മാറ്റി? സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ലേബൽ ഒട്ടിച്ചു. അപ്പം മന്ത്രി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലേബൽ മാറ്റി ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻജിനൂടെ മാറും എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓർഡിനറി ബസ്സുകളിൽ ചിലതൊക്കെ സിറ്റി ഫാസ്റ്റായി സർവീസ് തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ആദ്യം ഒന്ന് പറ്റിച്ചു. ഈ പറ്റലൊക്കെ കൊണ്ടു കാര്യം. അപ്പോൾ ഇതോടുകൂടി അടുത്ത പറ്റൽ എവിടെയാണെന്ന് ചോദിച്ചാൽ
വനിതകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 1000 രൂപ വീതം വീട്ടമ്മമാർക്ക് കൊടുക്കുന്നൊരു സ്കീമുണ്ടായിരുന്നു. ആ സ്കീം അങ്ങ് കട്ട് ചെയ്തു. ഈ സ്കീം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 10-30 ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പദ്ധതി അവിടെ അങ്ങ് തീർന്നു. അതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമായി. പിന്നെന്താ കാരണം ഇതെങ്ങനെ കിട്ടുക? പ്രിയദർശിനി എല്ലാ വീട്ടുകാർക്കും എല്ലാ കുടുംബത്തിലുള്ള കുടുംബിനികൾക്കും കിട്ടുന്ന ഒന്നാണ് പ്രിയദർശിനി. അല്ല, യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം. ആഴ്ച ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ബസ് യാത്ര ചെയ്യുന്നവർക്ക് 10 രൂപയോ 15 രൂപയോ കുറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ 30 രൂപ അപ്പ് ആൻഡ് ഡൗൺ യാത്ര, വലിയ ഗുണമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ പ്രിയദർശിനി കൊണ്ടുവന്നു. ഇനി പ്രിയദർശിനി വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു വിഭാഗത്തിന് വലിയ പ്രശ്നമുണ്ടായി. അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്കും അതിൻ്റെ ഓണർമാർക്കും. അവർ പലരും ബസ് കിട്ടുന്ന വിലയ്ക്ക് വിറ്റൊഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. ഒരു ബസ് KSRTC ബസ് സമയക്രമമില്ലാതെ പ്രിയദർശിനി അവിടെ ഓടിത്തുടങ്ങിയപ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ എന്ത് ചെയ്യും? അവർ കണ്ട സമയത്തും തോന്നിയ സമയത്തും KSRTC ബസ് സർവീസ് നടത്തുകയാണെന്നേ. ഈ സമയത്ത് പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ചെയ്യും? അവരും ഈ പറയുന്ന പോലെ ഇൻഷുറൻസും ടാക്സും അതോടൊപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടച്ചിട്ട് തന്നെ ഓടിക്കുകയല്ലേ. അവർക്കും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണമല്ലോ ഓരോ ദിവസം കഴിയും തോറും. അതെല്ലാം അവർക്കും ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ സ്വകാര്യ ബസ് മുതലാളിമാർക്കും കഴുത്തിന് പിടി വീണു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി അവസാനിപ്പിച്ചു. ഈ പറയുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് പണി കിട്ടി. ഒരു ഒറ്റ പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞു. എന്നിട്ടോ KSRTC ഇപ്പോൾ നോക്കിക്കോളൂ, KSRTCയിൽ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി കിടക്കുകയാണ്. താൽക്കാലിക KSRTC ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി കിടക്കുന്നു. ഈ പറയുന്ന പെൻഷൻ വിതരണത്തിൽ ഈ സാധാരണക്കാരുടെ കയ്യിലേക്ക് നേരത്തെ പെൻഷൻ സൊസൈറ്റി വഴി സഹകരണ സംഘങ്ങൾ വഴി സാധാരണക്കാർ, അതായത് പോയി ATM കാർഡ് ഇട്ട് പോയി പൈസ എടുക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, അത്ര ദൂരം ആരെങ്കിലും കൊണ്ടുപോകാൻ, ഇപ്പോൾ ചില ആൾക്കാർക്ക് വീട്ടിൽ ബൈക്കോ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും കൊണ്ടുവന്ന് പെൻഷൻ എടുപ്പിക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികളുടെ കൈ കൊടുത്ത് മക്കളെ എനിക്ക് പെൻഷൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അമ്മമാർ പോയി എടുത്തുകൊണ്ട് കൊടുക്കും അല്ലേ. ഇതൊക്കെ പക്ഷേ ഇത് കൃത്യമായി അവരുടെ വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. 2000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, ഇതുവഴി കൊടുക്കും. ഇത് എന്തോ ഭീമമായ കനത്ത നഷ്ടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ സൊസൈറ്റി വഴിയുള്ള സഹകരണ സംഘം വഴിയുള്ള പെൻഷൻ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക. ലൈഫ് മിഷൻ പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം. വലിയ കാര്യമായിട്ട് ഏകദേശം ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വീട് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി. നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപ വരെയും കേന്ദ്ര സർക്കാർ സഹായം ചെയ്യും. മറ്റുള്ളിടത്ത് 72,000 രൂപ ഗ്രാമപ്രദേശങ്ങൾ. ഇങ്ങനെ ബാക്കി പൈസ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ കൊടുത്തിട്ട് വെക്കുന്ന വീടുകളാണ്. അപ്പോൾ ആ പദ്ധതിയിൽ അവസാനിപ്പിച്ചു. 3 ലക്ഷം രൂപ അങ്ങ് കൊടുക്കും. അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതവും സംസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വിഹിതവും കൂടെ ചേർത്ത് 3 ലക്ഷം രൂപ ഈ വീട്ടുകാർക്ക്, അതായത് ആലോചിച്ച് നോക്കുക, വീടില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, അവർക്ക് കൊടുക്കും. ബാക്കി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അവർ കണ്ടെത്തിക്കോണം. മൊത്തം 4 ലക്ഷം രൂപയുടെ വീട്. അപ്പം ഈ 1 ലക്ഷം രൂപ എടുക്കാനില്ലാത്ത സാധാരണക്കാരെന്ത് ചെയ്യും? വീടില്ല, വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഇതെന്താണ്? അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. ഓണക്കാലത്തേക്ക് നോക്കിയോളൂ, ഒരിടത്തും സാധനം കിട്ടാനില്ല. ഓണക്കിറ്റ് കിട്ടാൻ പോലും ഇല്ല. ഓണക്കിറ്റ് വിതരണം നടക്കുന്നില്ല, ഓണക്കിറ്റിലേക്കുള്ള സാധനം എത്തിക്കുന്നില്ല, വിതരണക്കാർ പണിമുടക്കി, അങ്ങനെ എന്തൊക്കെയോ ചില ന്യായങ്ങൾ പറഞ്ഞു. ഓണക്കിറ്റില്ല. പ്രളയം നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം. വീണ്ടും ഒരു പ്രളയം വന്നു. പ്രളയ സമാനമായ അന്തരീക്ഷം ഉണ്ടായി. നമുക്ക് ആ അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പിടിച്ച് അമ്മായിയച്ഛൻ വയ്യ കിടക്കുന്നത് കാണാൻ പോകുന്നു. ഇതെന്ത് രസകരമായ കാര്യമാണ്. അതിനുശേഷം പറഞ്ഞു നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നവർക്ക് 10,000 രൂപ, അല്ലെങ്കിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ. പിന്നെ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ പാവപ്പെട്ട പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കുന്നില്ല. അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. അവരൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് തിരികെ വീട്ടിലേക്കെത്തി. അപ്പോൾ ഇപ്പോൾ 10,000 രൂപ അക്കൗണ്ടിൽ വന്ന് കാണുമല്ലോ എന്ന് കരുതി പോകുന്ന വഴിക്ക് ATM കൗണ്ടറിൽ കയറി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. 1 രൂപ വന്നിട്ടില്ല. ഇത് ലിസ്റ്റാക്കാനും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല. AP അനിൽകുമാർ അതിനകത്ത് കാര്യമായി ഇടപെടൽ നടത്തും എന്ന് പറഞ്ഞു, റവന്യൂ മന്ത്രി. പക്ഷേ ആർക്കും കിട്ടിയിട്ടില്ല.
അവർ സ്വന്തം നിലയ്ക്ക് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി ഇറങ്ങി തന്നെ അവർക്ക് വീട് വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രളയത്തെ തുടർന്ന് സകലതും നഷ്ടപ്പെട്ട് ആകപ്പാട് തുണി മാത്രം എടുത്തുകൊണ്ട് വള്ളത്തിൽ കയറി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയവരുടെ അവസ്ഥയാണ് പറയുന്നത്. കഴിഞ്ഞ സർക്കാർ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്ക് ആലോചിക്കാം. ഇത്രയും കാര്യങ്ങൾ വെറുതെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി. പിന്നെ ബാക്കി PM ശ്രീ വിഷയമൊക്കെ സാധാരണക്കാരെ വലുതായി ബാധിക്കുന്ന വിഷയങ്ങളല്ല. PM ശ്രീ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ തുറമുഖം വിറ്റ് തുലച്ച സംഭവം ആണെന്നുണ്ടെങ്കിൽ തന്നെയും തുറമുഖത്തിൻ്റെ MSC കമ്പനിക്ക് വിറ്റ് തുലച്ചതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് ഈ അടുത്ത ദിവസം നടത്തിയ അദ്ദേഹം കണ്ണൂർ പോയി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും പിന്നെ സാധാരണക്കാരെ ബാധിക്കത്തില്ല, ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ വിലവർധന ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, അക്കാര്യത്തിൽ ആർക്കും യാതൊരു തടസ്സവും ഇല്ല. പിന്നെ കടമെടുപ്പ് ഏകദേശം 22,000 കൂടി എടുക്കുമ്പോൾ ഏതാണ്ട് 26,000 കോടി രൂപയോളം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ കടമെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ 22,000 കൂടെ കടമെടുക്കാൻ പോവാണ്. അപ്പം 22,000 കടമെടുക്കുമ്പോൾ ഏകദേശം 34,000, കാര്യം നേരത്തെ തന്നെ 14,000-ഓളം രൂപ കടമെടുത്തു കഴിഞ്ഞു. ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് പ്രതിദിനം 260 കോടി രൂപ എങ്ങാണ്ട് ഇപ്പം പ്രതിദിനം കടമെടുപ്പ് എന്നുള്ളത് കണക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ രീതിയിലുള്ള കടമെടുപ്പ് തുടങ്ങി. അപ്പം ഈ രീതിയിലാണ് നമ്മളുടെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള UDF ഭരണം 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഇമ്പാക്റ്റ് അതൊക്കെയാണ്. നമുക്ക് വേണ്ടിയാണോ ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്? അല്ല. വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പാഠപുസ്തക വിതരണത്തിലുണ്ടായ അപാകം, യൂണിഫോമിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അപാകതകൾ, പിന്നെ നമ്മുടെ മന്ത്രി ഷംസുദ്ദീൻ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ, അതായത് SSLC ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടുള്ള നാക്കിൽ ചുറ്റിപ്പോയ വെള്ളിടി. അതോടൊപ്പം തന്നെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തില്ല. അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നില്ല. ഇനി PMAY വഴി നീ ലൈഫ് മിഷനിലേക്ക് തിരിച്ചു വന്നാൽ ആ വീട് വെക്കുമ്പോൾ ലോഗോ പതിപ്പിക്കണം. അത് നമ്മുടെ സാധാരണക്കാർ ചെയ്യണം. പക്ഷേ 1 ലക്ഷം രൂപ നമ്മുടേതായിട്ടുണ്ട് കേട്ടോ. സാധാരണക്കാരൻ്റേതായി 1 ലക്ഷം രൂപ കിടപ്പുണ്ട്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഒരു പിടിയില്ല അവരെവിടെയാണ്. കടലിൽ മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങി കിടക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പോഴും അറിയില്ല അവരെവിടെയാണ്, എന്താണ്, അവർക്ക് എന്ത് സംഭവിച്ചു, അവർ എവിടെയെങ്കിലും ഏതെങ്കിലും കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും രക്ഷപ്പെട്ടെത്തിയിട്ടുണ്ടോ, വീട്ടുകാർക്ക് ആർക്കും ഒരു അറിവുമില്ല. അവരെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പോകുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അതും ഈ പറയുന്ന ജോൺ മത്യാസ് എന്ന് പറയുന്ന ഒരാളുടെ മകൾ, ആ കുട്ടി ശക്തമായ വിമർശനം ഉന്നയിച്ചതിന് ശേഷം ശക്തമായ വിമർശനം ഉന്നയിച്ച ആ പെൺകുട്ടിയെ UDFൻ്റെ സൈബർ അണികളെല്ലാം കൂടെ ചേർന്നിട്ട് പൊങ്കാലയിട്ടു, തെറി വിളിച്ചു. ഇതായിരുന്നു ഇത്രയും ചുരുങ്ങിയ ദിവസത്തെ കാര്യം പറയുന്നത്. ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവരെ എല്ലാവരെയും എങ്ങനെ വെറുപ്പിക്കാമോ അത്രയും ഭംഗിയായി വെറുപ്പിക്കാൻ കഴിഞ്ഞ ഒരു വിഭാഗമാണ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ. ഈ സർക്കാരാണ് 25 വർഷം നമ്മുടെ സംസ്ഥാനം ഭരിക്കണം എന്ന് പറയുന്നത്. ആര്? KC വേണുഗോപാൽ. നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ, ഇതേപോലെയാണ് ഭരണം ഒരു 25 വർഷം മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയെന്നും എന്തായിരിക്കും നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥയെന്നും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം വരികയാണെന്ന് നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.